കലാപക്കൊടി ഉയർത്തിയ ടി കെ ഗോവിന്ദനെ CPM പുറത്താക്കിയിരിക്കുകയാണ്. ടി കെ ഗോവിന്ദൻ ഉയർത്തിയ ആന്തൂരിലെ ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റി തള്ളി. പാർട്ടിയുടെ പോക്ക് നാശത്തിലേക്കെന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദനെതിരെ മലപ്പട്ടത്തെ പ്രതിഷേധ റാലിയും CPM സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ യോഗത്തിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ടി കെ ഗോവിന്ദനെ അടിമുടി വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് കൂടി അടുത്തതുകൊണ്ടാകാം ടി കെ ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് CPMന്റെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ആദ്യം നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ രാഗേഷും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും ടി കെ ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ചു. അധികാരമോഹി, വർഗവഞ്ചകൻ, UDFുമായി ചേർന്ന് LDFിനെ തകർക്കാൻ ശ്രമിക്കുന്നയാൾ, പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഇല്ലാ കഥകൾ പിടച്ചുവിടുന്നയാൾ തുടങ്ങി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള മോഹത്താൽ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചന നടത്തുന്ന പരിതസ്ഥിതിയിലാണ് ഇതുപോലെയുള്ള പാർട്ടി വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് മലപ്പട്ടത്ത്, അതായത് ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ ജന്മനാടായ മലപ്പട്ടത്ത് നടന്ന പൊതുയോഗത്തിൽ പി ജയരാജനും MV ജയരാജനും ടി കെ ഗോവിന്ദൻ മാസ്റ്ററെ കടന്നാക്രമിച്ചു. പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളും നേടിയെടുത്തതിന് ശേഷം പാർട്ടിക്കെതിരെ തിരിയുന്ന വ്യക്തി എന്നതാണ് ഈ രണ്ടുപേരും ചേർന്ന് നടത്തിയ വിമർശനത്തിന്റെ പൊതുവായ കാതൽ. ഗോവിന്ദൻ മാഷ പേര് സ്ഥാനാർത്ഥി പട്ടിക രൂപപ്പെടുത്തുന്ന അവസരത്തിൽ ഒരൊറ്റയാളും പറഞ്ഞില്ല എന്നതാണ്. എന്താ കാരണം? ഗോവിന്ദൻ മാഷ അർഹമായിട്ടുള്ള പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി പരിഗണിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ടി കെ ഗോവിന്ദനെ പരിഗണിച്ചിട്ടുണ്ട്. ഇത്രയും പരിഗണന കിട്ടാത്ത ഒട്ടേറെ പേർ ഈ പാർട്ടിയിൽ ഇപ്പോഴും അനുഭാവിയായും പ്രവർത്തകരായും തുടരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. PK ശ്യാമളുടെ സ്ഥാനാർത്ഥിത്വമാണ് ഈ രീതിയിൽ ടി കെ ഗോവിന്ദനെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. അത് അധികാരമോഹത്തിൻ്റെ ഒന്നാം തരം തെളിവാണ് എന്നുകൂടെ പറഞ്ഞു. അതുമാത്രവുമല്ല, MV ജയരാജൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടി കെ ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ ടി കെ ഗോവിന്ദനല്ലാതെ മറ്റൊരാൾ കൂടി ഉണ്ടാകില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. വലിയ ജനാവലിയാണ് ഈ മലപ്പട്ടം നഗരത്തിൽ ഈ പ്രതിഷേധ പ്രകടനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പൊതുയോഗത്തിലും എത്തിച്ചേർന്നത്. പ്രതിഷേധ യോഗത്തിന് തൊട്ട് മുൻപ് നടന്ന പ്രകടനത്തിൽ അതിരൂക്ഷമായി തന്നെ വർഗവഞ്ചകൻ എന്നുള്ള പദം ഉപയോഗിച്ച് ടി കെ ഗോവിന്ദനെ വിമർശിക്കുകയും ചെയ്തു.